ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് 4ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സ് ആണ്. 4th മാത്സിലെ ഏത് ചാപ്റ്ററാണ്? 3ാമത്തെ ചാപ്റ്റർ ഹൗ മെനി നമ്പേഴ്സ് എന്നുള്ള 3rd ചാപ്റ്ററാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ബിയോണ്ട് 1000 ലൈൻസ് ആൻഡ് ഷേപ്പ് ഫസ്റ്റ് സെക്കൻഡ് ചാപ്റ്റർ എല്ലാം ചെയ്ത് നമ്മുടെ ചാനലിലുണ്ട്. പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾ. ഇന്ന് നമ്മൾ ഹൗ മെനി നമ്പേഴ്സ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് നോക്കാം. ഹൗ മെനി നമ്പേഴ്സിൽ ആദ്യത്തെ പേജിൽ ഇതുപോലെയാണ് കൊടുത്തിരിക്കുന്നത്. മിത്ര ആൻഡ് ഫ്രണ്ട്സ് സ്റ്റാർട്ട് ദെയർ സ്റ്റഡി ടൂർ ടുഡേ. ദേ ആർ ഗോയിങ് ടു എറണാകുളം ബൈ ട്രെയിൻ. മിത്രയും ഫ്രണ്ട്സും സ്റ്റഡി ടൂർ പോവുകയാണ്. അവർ ട്രെയിനിലാണ് പോകുന്നത്. ഓക്കെ, എവിടേക്കാണ് പോണേ? എറണാകുളത്തേക്ക് കേട്ടോ. നോക്കാം. സോ അറ്റ് ദ റെയിൽവേ സ്റ്റേഷൻ പറഞ്ഞിട്ട് നിങ്ങളുടെ ആദ്യത്തെ എക്സസൈസ് വന്നിട്ടുണ്ട്. സി ദ നോട്ട്സ് ആൻഡ് കോയിൻസ് ഗിവൺ ടു ബൈ ടിക്കറ്റ്സ് ഫോർ ദ ട്രെയിൻ ജേർണി. ഹൗ മച്ച് മണി വാസ് ഗിവൺ ഇൻ ഓൾ. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ നോട്ടും കോയിനും ഒക്കെ തന്നിട്ടുണ്ട്. എത്ര മണിയാണ് അവർ ടോട്ടലായിട്ട് കൊടുത്തെന്നുള്ളത് നമ്മൾ നോക്കണം. 500-ൻ്റെ, 100-ൻ്റെ, 10-ൻ്റെ, 1 രൂപയുടെ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം 500-ൻ്റെ എത്ര നോട്ടുകളുണ്ട് അവിടെ. 1 2 3 4 5 6 6 നോട്ടുകളുണ്ട്. അപ്പോൾ എത്ര രൂപയായിരിക്കും? 3000 അല്ലേ, 3000 ആയിരിക്കും. അതുപോലെ തന്നെ ഇവിടെ 100-ൻ്റെ എത്രയുണ്ട്? 3 6 7 8 9 1200 രൂപയുണ്ട്. 10-ൻ്റെ എത്ര എണ്ണം ഉണ്ട്? അതും 1200. അതുപോലെ 4 രൂപയുടെ 1 രൂപയുടെ 4 കോയിൻസും ഉണ്ട്. അപ്പോൾ നമ്മൾ ടോട്ടൽ എത്രയാണ് നോക്കണം. നമുക്ക് നോക്കാം. കണ്ടല്ലോ, 500-ൻ്റെ 3000 വരുന്നുണ്ട്. ദെൻ 1200 എഗൈൻ. ഇവിടെ ഇതെത്ര വരുന്നുണ്ട്? 30. ഓക്കെ, 3 6 120 ആണ് കേട്ടോ. ഞാൻ നേരത്തെ 1200 എന്താണ് പറഞ്ഞത്, സോറി. 120 രൂപയാണ് വരിക. അപ്പോൾ ഇതെല്ലാം കൂടി ആഡ് ചെയ്യുക. ഇവിടെ കോയിനിൽ ഒരു 4, അപ്പോൾ എന്ത് വരും? 4. ടോട്ടൽ എന്താ വരിക എന്നറിയോ? 4324 ആണ്. 4300 എത്ര വരും? 24 വരിക കേട്ടോ. ഇത് 2 ആണ്. നിങ്ങൾ ചെറുതായിട്ടൊരു ക്ലിയർ കുറവുണ്ടാവും, നിങ്ങളത് ക്ഷമിക്കുക. ഓക്കെ, നെക്സ്റ്റ്. ഇനി ടൂറിസ്റ്റ് സെൻറ്റേഴ്സിലേക്ക് എത്തുകയാണ്. സി ബോർഡ് അറ്റ് ദ റെയിൽവേ സ്റ്റേഷൻ. ഇറ്റ് ഗീവ്സ് ദ ഡിസ്റ്റൻസസ് ഫ്രം എറണാകുളം ടു വേരിയസ് ടൂറിസ്റ്റ് സെൻറ്റേഴ്സ് ഇൻ ഇന്ത്യ. അപ്പോൾ നമുക്ക് എറണാകുളത്ത് നിന്ന് ഉള്ള ഡിസ്റ്റൻസ് ആണ് കാണിച്ചിരിക്കുന്നത്. ഇവർ എറണാകുളത്ത് നിന്നാണ് പോകുന്നത്. എറണാകുളത്ത് നിന്ന് വേരിയസ് ടൂറിസ്റ്റ് പ്ലേസസിലേക്കുള്ള ഡിസ്റ്റൻസ് അവർ റെയിൽവേ സ്റ്റേഷനിലെ ബോർഡിൽ കാണുകയാണ്. കണ്ടല്ലോ, ഹിൽ പാലസ്, ഗോവ, മൈസൂരു, കന്യാകുമാരി, ഹൈദരാബാദ്, ഫിലിം സിറ്റി, റെഡ് ഫോർട്ട്, താജ്മഹൽ എല്ലാം കാണിച്ചിട്ടുണ്ട്. ഇതിന് തുടർന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. കണ്ടല്ലോ, എന്താ കൊടുത്തിരിക്കുന്നത്? വിച്ച് ഇസ് ദ ഫാർദസ്റ്റ് ടൂറിസ്റ്റ് സെൻറ്റർ. ഏറ്റവും അകലത്തിലുള്ളത് ഏതാ? റെഡ് ഫോർട്ട് ആണ്. നിയറസ്റ്റ് ഏതാ? ഹിൽ പാലസ് ആണ്. ഇനി ഇതിനെ ഫാർദസ്റ്റ് ടു ദ നിയറസ്റ്റ് എഴുതണം. ഏറ്റവും അകലത്തിലുള്ളതിൽ നിന്ന് അടുത്തതിലേക്ക് ഉള്ളത് എഴുതണം കേട്ടോ. അപ്പോൾ ഏറ്റവും അകലത്തിൽ റെഡ് ഫോർട്ട് ആണ്, 2592 കിലോമീറ്റർ. ദെൻ താജ്മഹൽ 2424 കിലോമീറ്റർ. ദെൻ ഹൈദരാബാദ് ഫിലിം സിറ്റി 1112 കിലോമീറ്റർ. ഗോവ 744 കിലോമീറ്റർ. മൈസൂരു 385 കിലോമീറ്റർ. കന്യാകുമാരി 307 കിലോമീറ്റർ. ഹിൽ പാലസ് 11 കിലോമീറ്റർ. ഓക്കെ, അടുത്തത് കാസ്റ്റിൽ എന്ന് പറഞ്ഞിട്ടുള്ള എക്സസൈസ് ആണ്. ചിൽഡ്രൻ ആർ വെയിറ്റിംഗ് ഇൻ എ ലൈൻ ടു എൻ്റർ. ആ കാസ്റ്റിലേക്ക് കയറാൻ കുട്ടികൾ വെയിറ്റ് ചെയ്യാണ്. ദർ ടിക്കറ്റ്സ് ഹാവ് കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ്. മിത്ര ഈസ് ഫസ്റ്റ് ഇൻ ദ ലൈൻ ആൻഡ് ഹെർ നമ്പർ ഈസ് 2986. സാന്ദ്രാസ് നമ്പർ ഈസ് 3010. അപ്പോൾ ഇവർക്ക് അടുത്തടുത്തുള്ള ടിക്കറ്റ് നമ്പറുകളാണ് കൊടുത്തിരിക്കുന്നത്, നമ്പേഴ്സാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആക്ടിവിറ്റീസ് ചെയ്യാം. നോക്കിക്കോളൂ. ഫ്രം മിത്ര ടു സാന്ദ്ര ഹൗ മെനി ചിൽഡ്രൻസ് ആർ ദർ ഇൻ എ ലൈൻ. അപ്പോൾ മിത്രയിൽ നിന്ന് സാന്ദ്രയിലേക്ക് എത്ര കുട്ടികൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിവിടെ മിത്രയുടെ നമ്പർ തന്നിട്ടുണ്ട്. മിത്ര ഫസ്റ്റാണ് നിൽക്കുന്നത്, 2986. സാന്ദ്രയുടെ നമ്പർ 3010 അല്ലേ. ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. അതായത് 3010-ൽ നിന്ന് 2986 മൈനസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ആൻസർ കിട്ടും? എത്രയാണെന്നുള്ളത് കിട്ടും. +1 കൂടി ചെയ്യണം. അപ്പോൾ 25 ടോട്ടലാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അതായത് ഇടയിൽ എത്ര പേരെന്നല്ല, ആ നമ്പേഴ്സും കൂടി നോക്കിയിട്ട് 2986 മുതൽ 3010 വരെ എത്ര ചിൽഡ്രൻസ് ആ ലൈനിൽ നിൽക്കുന്നുണ്ട് എന്നാണ്. സോ ആദ്യം നമ്മൾ എന്ത് ചെയ്യണത്? ഇതുപോലെ മൈനസ് ചെയ്യുക. 3010-ൽ നിന്ന് എന്ത് മൈനസ് ചെയ്യുക? 2986 അങ്ങ് മൈനസ് ചെയ്യുക. അപ്പം നമുക്ക് അറിയാലോ എന്താ വരിക. നിങ്ങൾക്ക് 24 വരും. 24-ൻ്റെ കൂടെ ഒരു +1 കൂടി ചെയ്യണം. കാരണം കുട്ടികളുടെ എണ്ണമാണ്. ഇടയിൽ എത്ര പേരെന്നാണെങ്കിൽ നമുക്കിത് മൈനസ് ചെയ്ത് നിർത്താം. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക്
ടോട്ടൽ എത്ര പേരെന്ന് അറിയണം. അപ്പോൾ അതുകൊണ്ടാണ് 20+1 ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 25 ആണ് ആൻസർ. വാട്ട് ഈസ് ദ നമ്പർ ഓഫ് ഇഷാൻ ഹു സ്റ്റാൻഡ്സ് ഇൻ ഫ്രണ്ട് ഓഫ് സാന്ദ്ര? സാന്ദ്രയുടെ ഫ്രണ്ടിൽ തന്നെ ആര് നിൽക്കുന്നുണ്ട്? ഇഷാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇഷാന്റെ നമ്പർ എന്താണ്? 3010 ആണ് സാന്ദ്രയുടെ നമ്പർ. അതിൽ നിന്ന് 1 മൈനസ് ചെയ്ത ഇഷാന്റെ നമ്പർ 3009. റൈറ്റ് ദ നമ്പേഴ്സ് ഓഫ് ദ ചിൽഡ്രൻ ഇൻ ഫ്രണ്ട് ആൻഡ് അറ്റ് ദ ബാക്ക് ഓഫ് ദ വൺ വിത്ത് ദ നമ്പർ 3010. അപ്പോൾ എങ്ങനെ വരിക? 3010 ആണ് ഫ്രണ്ടിൽ. അവരുടെ ഫ്രണ്ടിൽ ആരാണ്, അവരുടെ ബാക്കിൽ ആരാണ് നമ്മൾ കാണണം. അപ്പോൾ 3010ൻ്റെ ബാക്കിൽ വരുന്നത് 3009, ഫ്രണ്ടിലേക്ക് 3011. അപ്പോൾ ഈ രണ്ട് നമ്പറും വേണം കേട്ടോ, 3009, 3011. ഇനി അടുത്തത് സ്റ്റാർട്ടിങ് ഫ്രം ദ നമ്പർ ജസ്റ്റ് ബിഹൈൻഡ് 3010 വാട്ട് ഈസ് ദ 20th നമ്പർ? അപ്പോൾ 3010 ജസ്റ്റ് ബിഹൈൻഡ് ഒരു നമ്പറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 20ാമത്തെ നമ്പർ നമ്മൾ കാണണം. നമുക്ക് നോക്കാം. കണ്ടല്ലോ, ഇങ്ങനെയാണ് വരിക. 3010 ജസ്റ്റ് ഒരു നമ്പർ ബിഹൈൻഡ്. അപ്പോൾ 3010 കഴിഞ്ഞാൽ 11 അടുത്ത നമ്പർ. ആ 11 നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 20ാമത്തെ നമ്പർ വരെ നിങ്ങൾ എഴുതുക. 3011, 12 ഇതുപോലെ എഴുതുക കേട്ടോ. അപ്പോൾ 20ാമത്തെ നമ്പർ എന്താ വരിക? 20th നമ്പർ 3013 വരും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ദ നമ്പർ ഓഫ് മജു ഹു ഈസ് ദ 15th ഇൻ ദ ലൈൻ. മജു 15ാമതാണ് ലൈനിൽ. മജുവിൻ്റെ നമ്പർ എത്രയാണെന്നുള്ളത് നോക്കണം. ടിക്കറ്റ് നമ്പറാണ് കേട്ടോ. നോക്കാം. മജുവിൻ്റെ ടിക്കറ്റ് നമ്പർ കണ്ടല്ലോ. അപ്പോൾ ഫസ്റ്റ് മിത്ര സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പർ നമുക്ക് അവർ തന്നിട്ടുണ്ട്, 2986. 2009-86 ഫസ്റ്റ് കുട്ടി നിൽക്കുന്നത്. ആ കുട്ടിയിൽ നിന്ന് നമ്മൾ എവിടേക്ക് എത്തണം? 15ാമത് എത്തണം. 15ാമത്തെ നമ്പർ ടിക്കറ്റ് നമ്പർ 3000 എഴുതി നോക്കിയാൽ മതി. ഫസ്റ്റത്തെ നമ്പർ അവർ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ, അതാണ് ഈ 2009-86 മിത്രയുടെ. അവിടെ നിന്ന് അങ്ങോട്ട് തുടർച്ചയായിട്ടുള്ള നമ്പറുകൾ എഴുതുക. 87, 88, 89, 90, 91 അങ്ങനെ 3000 ആണ് നമ്മുടെ 15th നമ്പർ മജുയുടെ നമ്പർ കേട്ടോ, ടിക്കറ്റ് നമ്പർ. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്, റൈറ്റ് ദ നമ്പേഴ്സ് ഫ്രം 2009-86 to 3010 ഇൻ ഓർഡർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 2986 മുതൽ 3010 വരെയുള്ളത് നിങ്ങൾ ഓർഡറിൽ എഴുതുക എന്നുള്ളതാണ്. അത് നിങ്ങൾ എഴുതിയാൽ മതി. കണ്ടിന്യൂസ് നമ്പേഴ്സ് എഴുതുക കേട്ടോ, തുടർച്ചയായ നമ്പറുകൾ എഴുതുക. 86, 87, 88, 89, 90 കണ്ടോ, തുടർച്ചയായിട്ട് 3010 വരെ എഴുതുക. വേറെ ഒന്നും ചെയ്യാനില്ല, ഈസിയാണ്. അടുത്തത് ഇവർ വാട്ടർ മെട്രോയിലേക്ക് പോവുകയാണ്. ആഫ്റ്റർ സീയിങ് ദ കാസ്റ്റിലെല്ലാം കണ്ടു, ദ ചിൽഡ്രൻ ഗോട്ട് ഇൻ ടു ദ വാട്ടർ മെട്രോ. എന്നിട്ട് അവർ എന്ത് ചെയ്തു? അവിടെ വാട്ടർ മെട്രോ ഒക്കെ അറിയാലോ, എറണാകുളത്ത് വാട്ടർ മെട്രോ ഒക്കെ ഉണ്ട്. വാട്ടർ മെട്രോയിൽ കയറി. ദോസ് ഇൻ ദ വാട്ടർ മെട്രോ ഗോട്ട് ഫുഡ് കൂപ്പൺസ്. വാട്ടർ മെട്രോയിൽ നിന്ന് ഇവർക്ക് ഫുഡിനുള്ള കൂപ്പണുകൾ കിട്ടി കേട്ടോ. ദോസ് ഇൻ മിത്രാസ് ഗ്രൂപ്പ് ഗോട്ട് കൂപ്പൺ നമ്പേഴ്സ് ബിറ്റ്വീൻ 8000 and 9000 ആൻഡ് ദ സം ഓഫ് ദ ഡിജിറ്റ്സ് ഓഫ് ഈച്ച് നമ്പർ വാസ് 10. അപ്പോൾ മിത്രയുടെ ഗ്രൂപ്പിലുള്ള കുട്ടികൾക്ക് കിട്ടിയ കൂപ്പൺ നമ്പർ 8000 മുതൽ 9000 വരെയുള്ള നമ്പറുകളാണ് വരുന്നത്. ആ ഡിജിറ്റ്സ് എഴുതിയിട്ട് ആ ഡിജിറ്റുകൾ തമ്മിൽ കൂട്ടുമ്പോൾ 10 ആയിരിക്കും സമ്മ് വരിക. അങ്ങനത്തെ നമ്പേഴ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. നമുക്ക് ചെയ്യണം. നോക്കിക്കോളൂ. ഇതാ 8000, 8002. എന്താ സംഭവം എന്ന് വെച്ചാൽ 8000 മുതൽ 9000 വരെയുള്ള 8000, 8000 to 9000 ഇൻ ബിറ്റ്വീൻ വരുന്ന നമ്പേഴ്സിൽ 10 വരുന്ന, അതായത് സമ്മ് എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ, ഈ കൂട്ടുന്നതാണ് കണ്ടോ. 8 + 0 + 0 + 2 എത്ര വരിക? 10 വന്ന് കണ്ടോ, ഇങ്ങനെ വരണതാണ് കേട്ടോ. ഇതാണ് നമ്മുടെ നമ്പർ 8002. 8002 എല്ലാ ഡിജിറ്റും കൂടി ആഡ് ചെയ്യുക. 8 + 0 + 0 + 2 10 വരും. അങ്ങനെ വരുന്ന നമ്പേഴ്സാണ്. അടുത്തത് നോക്കൂ, 8 + 0 + 1 + 1. ഇതിൻ്റെ സമം 10 ആണ്. 8 + 2 10 ആണ് കണ്ടോ, ഇതും 10 ആണ്, ഇത് 10 ആണ്. അടുത്തതോ, ഇതും 10 ആണ്, അടുത്തതും 10 ആണ്. ഇത്രയും 6 നമ്പേഴ്സാണ് നമുക്ക് 10 വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സം ഓഫ് ഡിജിറ്റ്സ്. ഹൗ മെനി നമ്പേഴ്സ് ആർ ദർ ബിറ്റ്വീൻ 7000 and 8000 വിത്ത് ദിയർ സം ഓഫ് ഡിജിറ്റ്സ് 10? റൈറ്റ് ദം ഇൻ യുവർ നോട്ട്ബുക്ക്. ഇനി 7000 നിന്ന് 8000, 7000ൻ്റെ 8000ൻ്റെ ഇടയ്ക്ക് നമ്പേഴ്സിൻ്റെ സം ഓഫ് ഡിജിറ്റ്സ് 10 വരുന്ന എത്ര നമ്പറുകളുണ്ട് നോട്ട്ബുക്കിൽ എഴുതാനാണ് പറഞ്ഞത്. നമുക്കതിന് ആൻസർ നോക്കാം. ഉണ്ടല്ലോ, സം ഓഫ് ഡിജിറ്റ്സ് ഇതൊക്കെയാണ് വരിക. 7003. 7 + 0 + 0 + 3 10 വരും. 0 നോക്കണ്ട. 7 + 3 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടുന്നുണ്ട്? 10 കിട്ടുന്നില്ലേ? അതുപോലെ 7 + 1 8, 8 + 2 10 കിട്ടുന്നില്ലേ? 7 + 1 8, 8 + 2 10. അടുത്ത് നോക്കൂ 7, ഇത് നോക്കൂ, ഇത് 3 കൂടി കൂട്ടി നോക്കൂ. 7 + 2 + 1 എന്ത് വരും? 10 വരും. അങ്ങനെ എത്ര നമ്പേഴ്സാണ് ടോട്ടൽ വരിക എന്ന് ചോദിച്ചാൽ 10 നമ്പേഴ്സ് വരും. ടോട്ടൽ 10 നമ്പേഴ്സ് ഉണ്ടാവും. ഓക്കെ, നെക്സ്റ്റ്
എക്സിബിഷനാണ്. ഇനി ഇവരെന്താ ചെയ്യണത്? ഇത് കഴിഞ്ഞ് ഇവർ വിസിറ്റ് ചെയ്യാൻ പോണത് എക്സിബിഷൻ, ചിൽഡ്രൻസ് പാർക്കിൽ എക്സിബിഷൻ നടക്കുന്നുണ്ട്. അവിടെ അവർക്ക് പ്രൈസ് കൂപ്പൺസ് ഉണ്ട്. ദ വിന്നിംഗ് നമ്പേഴ്സ് ആർ ചൂസൺ ബൈ ഡ്രോയിങ് ലോഡ്സ് ഇട്ടിട്ടാണ് നമ്പേഴ്സ് വിന്നേഴ്സിനെ തിരഞ്ഞെടുക്കുക. ചിൽഡ്രൻ ആർ വെയിറ്റിംഗ് ബിഫോർ ദ സ്ക്രീൻ ഷോയിങ് ദ വിന്നിംഗ് നമ്പേഴ്സ്. അപ്പോൾ അവർ വെയിറ്റ് ചെയ്യാണ് അല്ലേ. റൈറ്റ് ദ നമ്പർ ഡിസ്പ്ലേഡ് ആസ് വീൽ സ്റ്റോപ്സ് അറ്റ് ഈച്ച് പൊസിഷൻ. ഓരോ തവണയും വീല് കറങ്ങി ഓരോ നമ്പറിൽ നിൽക്കും. ഇതിൻ്റെ നമ്പർ നെയിമുകൾ നിങ്ങൾ എഴുതണം. ആദ്യത്തെ കണ്ടല്ലോ എത്രയാ? 10,000. അടുത്തത് നിങ്ങൾക്ക് കാണുമ്പോൾ 11,000. അടുത്തത് എത്രയാ? 11,110. ഇനി 11,111. ഇതിൻ്റെ ആൻസേഴ്സ് നോക്കാം നമുക്ക്. കണ്ടല്ലോ 11,000, 11,110, 11,111. വിന്നിംഗ് നമ്പർ ഏതാണ്? പ്രൈസ് ഫോർ ദ നമ്പർ വിത്ത് സം ഓഫ് ഡിജിറ്റ്സ് 5 വരുന്നതാണ്. അതായത് ഇതിൻ്റെ ഡിജിറ്റുകൾ എല്ലാം കൂടി കൂട്ടുമ്പോൾ 5 എന്ന സമ്മ് വരുന്നതിനാണ് വിന്നർ ആയിരിക്കുന്ന നമ്പർ. അത് ഇതാണ് കേട്ടോ. ഇതാ 11,111 ആണ് വിന്നിംഗ് നമ്പർ. അടുത്തത് ഹൗ മെനി 4-digit numbers? ഹൗ മെനി 4-digit numbers can be made with just the 2 digits 9 and 0? 9ഉം 0, രണ്ട് നമ്പർ എടുക്കാൻ പാടുള്ളൂ, 9ഉം 0യും. അത് വെച്ച് എത്ര 4-digit numbers നമുക്ക് ഉണ്ടാക്കാമെന്നാണ് ക്വസ്റ്റ്യൻ. ഇത് കണ്ടല്ലോ എത്ര എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്? 8 എണ്ണം അല്ലേ. 3 8 എണ്ണം. 9,000, 9,090, 9,009, 9,900, 9,999, 9,990, 9,909, പിന്നെ 9,099. ടോട്ടൽ എത്ര നമ്പേഴ്സാണ്? 8 നമ്പർ ഉണ്ടാക്കാം. ഇനി ഇതിനെ ലാർജസ്റ്റ് ടു സ്മോളസ്റ്റ് എഴുതണം. ഏറ്റവും വലുത് ടു ചെറുത് വരെ എഴുതുക കേട്ടോ. അതായത് ഡിസെൻഡിങ് ഓർഡറിലാണ് എഴുതേണ്ടത്. ആദ്യത്തെ വലിയ നമ്പർ എടുത്ത് എഴുതുക, പിന്നെ തൊട്ട് ചെറുത്, അങ്ങനെ കണ്ടോ. ലാസ്റ്റ് 9,000 ആണേ. 3 0 ഉണ്ട് കേട്ടോ. ഓക്കെ. നെക്സ്റ്റ് റൈറ്റ് നമ്പേഴ്സ്. സോറി, റൈറ്റ് നമ്പേഴ്സ് ആസ് ഷോൺ ഫോർ ദ ഫസ്റ്റ്. നമുക്കിനി നോക്കാം ഇതിൻ്റെ ആൻസർ. നോക്കൂ, റൈറ്റ് നമ്പേഴ്സ് ഷോൺ ഫോർ ദ ഫസ്റ്റ് ആണ്. 5,000, 400, 3 10s, 2 1s തന്നിട്ടുണ്ട്. 5,432 ആണ് നമ്മുടെ നമ്പർ വരുന്നത്, 5,432. ഇനി അവർ തന്നു 54 100ഉം 32 1സും. അപ്പോൾ അതിനെങ്ങനെ എഴുതാം? കണ്ടല്ലോ 54 100s പറഞ്ഞാൽ ഇതാ ഇങ്ങനെയാണ് എഴുതുക കേട്ടോ. 5,400 + 32 1s. അപ്പോഴും നമുക്ക് എന്ത് കിട്ടണം? ഇതേ നമ്പറിന് കിട്ടണം, ഈ നമ്പറിന് കിട്ടണം. അടുത്തത് 543 10സും 2 1സും. 543 10s എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ ഒരു 0 ചേർത്തിയാൽ മതി. 543 × 10 ആണ്. അപ്പോൾ ഇതാ 5,430 + 2. അപ്പോൾ നമുക്ക് ഈ ആൻസറിന് കിട്ടും. ദെൻ 5,432 1s പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യേണ്ട, × 1 ചെയ്യുക. അപ്പോൾ അതന്നെ എടുത്ത് എഴുതി വയ്ക്കാം. അടുത്തത് 82 100s പറഞ്ഞാൽ 82 × 100 ചെയ്യുക, 8,200. 820 10s എന്ന് പറഞ്ഞാൽ 820 × 10 ചെയ്യുക, അപ്പോഴും 8,200. 8,200 1s പറഞ്ഞാൽ അത് മാത്രം എടുത്ത് എഴുതി വയ്ക്കുക. ഇങ്ങനെയാണ് നമ്മൾ ഇത് ചെയ്യുക കേട്ടോ. ഇനി നമുക്ക് തന്നിരിക്കുന്നത് 7,104 ആണ്. അപ്പോൾ അതിൽ 7,000 ഉണ്ട്, ഒരു 100 ഉണ്ട്, 0 10s, 4 1s. നിങ്ങൾക്ക് 110 100 പ്ലേസ് വാല്യൂ എഴുതാറില്ലേ? ഇത് 1th, ഇത് 10s പ്ലേസ്, ഇത് 100s പ്ലേസ്, ഇത് 1000s പ്ലേസ് ആണ്. അപ്പോൾ ആദ്യത്തെ അങ്ങനെ എഴുതുക. രണ്ടാമത് 100 എത്ര എണ്ണം ചോദിച്ചാൽ 71 ആണ്, 1s 4 ആണ്. 1000 7 ആണ്, 1s 104 ആണ്. ദെൻ ഇങ്ങനെ തന്ന 3 എഴുതാൻ പറഞ്ഞാൽ 4 1s, 10 10s, 7,000. ഓക്കെ. നെക്സ്റ്റ് നമ്പർ വീലാണ്. നമുക്ക് എഴുതേണ്ട നമ്പർ 5,633. ഇതിനിപ്പോൾ ഈ എഴുതിയ പോലെ നമ്മൾ അങ്ങോട്ട് എഴുതണം. ഇത് ഞാൻ അപ്പുറത്ത് എഴുതിയിട്ടുണ്ട്, വീലിലല്ലാണ്ടാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം, അത് നമ്പർ വീലാണ്. കണ്ടല്ലോ. അപ്പോൾ 5,633 നമ്പറിൽ നമുക്ക് ഇത് 1s, 10s, 100s, 1000s. ആദ്യത്തെ തന്നെയാണ്. നമുക്കിതിൽ എത്ര 1000s ഉണ്ടെന്ന് ആദ്യം എഴുതാം. 5,000സും 633 1സും. ആദ്യത്തെ നിങ്ങൾ ആ വീലിൽ ഫില്ല് ചെയ്യേണ്ടതാണ് കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ തന്നെ ഫില്ല് ചെയ്യാം, ഞാനത് എടുത്ത് എഴുതിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അടുത്തത് 5,633 1s എഴുതാം, രണ്ടാമത്തെ. ഇനി അടുത്തത് 56 100സും 33 1സും എഴുതാം. അടുത്തത് 5,600 3 10s 3 1s എഴുതാം. അടുത്തത് 5
563 ടെൻസും 3 വൺസും. അടുത്തത് 56 ഹൺഡ്രഡ്സ് 3 ടെൻസ് 3 വൺസ്. അടുത്തത് 5633 വൺസ്. ഇങ്ങനെയും എഴുതാം. അപ്പോൾ ഈ 7 എണ്ണം തന്നെയാണ് നിങ്ങൾ എന്ത് ചെയ്തു കൊടുക്കേണ്ടത്? നിങ്ങളുടെ ഈ ബോക്സ് 7 എണ്ണം തന്നെയാണ് ഇവിടെ കേട്ടോ. അതോ 3 3 6. അപ്പോൾ നിങ്ങൾക്ക് എത്ര എണ്ണമാണോ കിട്ടുന്നത് അത് നിങ്ങൾ എഴുതുക കേട്ടോ. ചിലപ്പോൾ ഒന്ന് കുറവുണ്ടാവാം, അല്ലെങ്കിൽ ഒന്ന് കൂടുതലുണ്ടാവാം. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് എഴുതുക. ഇവിടെ ഏതെങ്കിലും വിട്ടു പോയിട്ടുണ്ടെന്ന് വെച്ചാൽ അത് നിങ്ങൾ ചേർത്തുക കേട്ടോ. 7 എണ്ണം ഇതിൽ എഴുതിയിട്ടുണ്ട്, അപ്പോൾ അത് എഴുതുക. അടുത്തത് സ്പ്ലിറ്റിംഗ് അപ്പാണ്. സ്പ്ലിറ്റിംഗ് അപ്പിൽ വരുന്നത് നമുക്ക് 10,000 തന്നിട്ടുണ്ട്, 13,000 ഉണ്ട്, 6,700 തന്നിട്ടുണ്ട്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ നമ്പറിനെ വൺസ് ടെൻസ് ഹൺഡ്രഡ്സ് തൗസൻഡ്സ് ആക്കിയിട്ട് ചെയ്യണം. അതുപോലെ എറണാകുളം ടു അമൃത്സറിൻ്റെ ഒരു ടോപ്പിക്കും തന്നിട്ട് നമുക്ക് ഇതിൻ്റെ ആൻസർ നോക്കാം. സ്പ്ലിറ്റിംഗ് അപ്പിൽ നമ്മൾ 13,000 10,000 എങ്ങനെ അവർ എഴുതിയോ അതുപോലെ നമ്മൾ 13,000 എഴുതണം. 13,000 വൺസ്, 1,300 ടെൻസ്, 130 ഹൺഡ്രഡ്സ്, 13,000 അത്രയേ ഉള്ളൂ. അടുത്തത് 6,700 ഇതുപോലെ എഴുതണം. 6,700 വൺസ്, 670 ടെൻസ്, 67 ഹൺഡ്രഡ്സ്. ഓക്കെ. ഇനി ഇവിടെ ഹൂ ആം ഐ എന്ന് പറഞ്ഞൊരു പസിൽ ഉണ്ട്. 600, 610, 6,000, 6 വൺസ്. അപ്പോൾ അവർ തന്നിരിക്കുന്ന പോലെ 6 100 ഉണ്ട്, 6 10 ഉണ്ട്, 6,000, 6 വൺസ് എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ 6,666 നമുക്ക് ആൻസർ വരും. അത് എഴുതി വെക്കുക. ഇനി എറണാകുളം ടു അമൃത്സർ നോക്കാം. അവിടെ ദ ടേബിൾ ഷോസ് ദ സ്റ്റേഷൻസ് അറ്റ് വിച്ച് എ ട്രെയിൻ ഫ്രം എറണാകുളം ടു അമൃത്സർ സ്റ്റോപ്സ്. എറണാകുളത്ത് നിന്ന് അമൃത്സറിലേക്ക് പോണ ട്രെയിന് എവിടെയൊക്കെ നിർത്തുന്നു, ഏതൊക്കെ സ്റ്റോപ്പിൽ നിർത്തുന്നു എന്നുള്ളതാണ്. ഇത് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എറണാകുളത്ത് നിന്നല്ലേ പോണത്, അപ്പോൾ അവിടെ നിന്നുള്ളതിൽ കറക്റ്റ് ഓർഡറിൽ എടുത്തെഴുതുക. ചെറുതിൽ നിന്ന് വലുതിലേക്കാണ് എടുത്തെഴുതേണ്ടത്. അപ്പോൾ കോഴിക്കോട് 193, കാസർഗോഡ് 368, മാംഗ്ലൂരു 415, സൂറത്ത് 1,522 കിലോമീറ്റർ, ന്യൂഡൽഹി 2,643 കിലോമീറ്റർ, ലുധിയാന 2,956 കിലോമീറ്റർ, അമൃത്സർ 3,092 കിലോമീറ്റേഴ്സ്. ഓക്കെ. അപ്പോൾ അകലം കൂടി വരുന്ന രീതിക്ക് എടുത്തെഴുതുക. അടുത്തത് പാറ്റേൺ കണ്ടിന്യൂഷൻ ആണ്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിലൊക്കെ പാറ്റേൺ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഉള്ളത് തന്നെയാണ്. ആദ്യത്തെ പാറ്റേണിൽ 10,050, 10,051, 52, then 53, 54, 55 1 ആഡ് ചെയ്ത് എഴുതുക. അടുത്തതിലും 1 തന്നെയാണ്. 11,085, 11,086, 87 and 11,088, 89, 90. അടുത്തത് 1 ആഡ് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ. 19,995, 96 ഉണ്ട്, 97 ഉണ്ട്. നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ഇവിടെ ഓരോന്നാണ്. 98 ഉണ്ട്, ഇവിടെ 99, 20,000. ഓക്കെ. അടുത്തതിൽ നിങ്ങൾ പക്ഷേ 20 ആണ് കണ്ടോ. +20 എഴുതിക്കുന്നുണ്ടോ? അപ്പോൾ 12,320, അടുത്തത് 12,340, 12,360, 12,380. 20 ആഡ് ചെയ്ത് പോവുക. ഇവിടെയും 20 ആഡ് ചെയ്യുമ്പോൾ 12,400, again 20 ആഡ് ചെയ്യുമ്പോൾ 12,420 വരും. ഓക്കെ. അടുത്ത ടോപ്പിക്കാണ് നമ്മുടെ എയർപ്ലെയിൻ. ടൂറിന് ശേഷം അവർ എയറോപ്ലെയിനിലാണ് തിരിച്ചു വരുന്നത്. എ സ്ക്രീൻ അറ്റ് ദ എയർപോർട്ട് ഡിസ്പ്ലേഡ് ദ നമ്പേഴ്സ് ഓഫ് ഫ്ലൈറ്റ്സ് അറൈവിങ് ആൻഡ് ഡിപ്പാർട്ടിങ്. വരുന്ന ഫ്ലൈറ്റുകളുടെയും പോകുന്ന ഫ്ലൈറ്റുകളുടെയും എന്തുണ്ട് ലിസ്റ്റ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും എയർപോർട്ടിൽ. അപ്പം നമുക്ക് നോക്കാം ഇതിനെ തുടർന്ന് എന്താണെന്നുള്ളത്. റൈറ്റ് ദ ഫ്ലൈറ്റ് നമ്പർ ഓഫ് എൻ എയറോപ്ലെയിൻ. അപ്പോൾ ആ എയറോപ്ലെയിനിൻ്റെ ഫ്ലൈറ്റ് നമ്പറാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് ഇവിടെ അവർ ഹിൻഡ് തന്നിട്ടുണ്ട്, ഇത് വായിക്കണം. ഫ്ലൈറ്റ് നമ്പർ ഹാസ് 4 digits, 4 ഡിജിറ്റ് ആണ് ഉണ്ടാവുക. ദ നമ്പർ ഫോംഡ് ബൈ ദ ഡിജിറ്റ് അറ്റ് ദ ഹൺഡ്രഡ്സ് ആൻഡ് ടെൻസ് പ്ലേസസ് ഇസ് ഡബിൾ ദ നമ്പർ ഫോംഡ് ബൈ ദ ഡിജിറ്റ്സ് അറ്റ് ദ തൗസൻഡ്സ് ആൻഡ് ഹൺഡ്രഡ്സ് പ്ലേസസ്. അതൊരു ഹിൻഡാണ്. ദ നമ്പർ ഫോംഡ് ബൈ ദ ഡിജിറ്റ്സ് അറ്റ് ദ ടെൻസ് ആൻഡ് വൺസ് പ്ലേസസ് ഇസ് ഡബിൾ ദ നമ്പർ ഫോംഡ് ബൈ ദ ഡിജിറ്റ്സ് അറ്റ് ദ ഹൺഡ്രഡ്സ് ആൻഡ് ടെൻസ് പ്ലേസസ്. വാട്ട് ഇസ് അവർ ഫ്ലൈറ്റ് നമ്പർ? ഇതാണ് ചോദ്യം. നമുക്ക് നമ്മുടെ ഫ്ലൈറ്റ് നമ്പർ നോക്കാം. കണ്ടല്ലോ, 1248 ഉണ്ടാവും. 2ൻ്റെ ഡബിളാണ് 4, 4ൻ്റെ ഡബിളാണ് 8. അതാണ് ഇവിടെ തന്നിരിക്കുന്ന ഹിൻഡ് കേട്ടോ. 1248 ആണ് നമ്മുടെ ഫ്ലൈറ്റ് നമ്പർ. റോമൻ ന്യൂമറൽസ് ആണ്. ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. 1നെ എങ്ങനെ എഴുതാം, 2നെ എങ്ങനെ എഴുതാം. നിങ്ങളുടെ ക്ലാസ്സുകൾ തന്നെ നമ്മുടെ ക്ലാസ്സിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെയല്ലേ എഴുതി വയ്ക്കുക. 1, 2, 3. ഈ 4 മുതൽ നിങ്ങൾക്കത് മനസ്സിലാവും. 4ന് എങ്ങനെയാണ് എഴുതുക. 5, 6,
7, 8, 9, 10, 11, 12. ഇത് നിങ്ങൾ നിങ്ങളുടെ ക്ലാസ്സുകളുടെ ഫ്രണ്ടിലൊക്കെ റോമൻ ന്യൂമറൽസിൽ എഴുതി വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ ബോർഡിലൊക്കെ എഴുതുമ്പോൾ ഇങ്ങനെ ആയിരിക്കും എഴുതുക. അതിൻ്റെ എക്സസൈസ് നമുക്ക് ചെയ്യാം. നമ്പേഴ്സിൽ okay, write all 5-digit numbers that can be shown in the abacus using just 2 beads. 2 ബീഡുകൾ മാത്രം ഉപയോഗിച്ചിട്ട് അബാക്കസിൽ കാണിക്കണം. അങ്ങനെ എത്ര 5-digit നമ്പേഴ്സ് എന്നാണ് ചോദ്യം. 2 ബീഡുകളെ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് 11,000 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 1000ൻ്റെ ഭാഗത്ത് എന്ത് കാട്ടിയാൽ മതി? 1000 അല്ല, ഇത് ഈ 10,000 ഈ ഭാഗത്ത് എന്ത് കാണിച്ചാൽ മതി? ഇവിടെയുമായിട്ട് ഓരോന്ന് ഇട്ട് കൊടുത്താൽ മതി, ഓരോ ബീഡ്സ് കാട്ടിയാൽ മതി. 10,001 എന്ന് പറയുമ്പോഴും അതുപോലെ തന്നെയാണ്. 1ൻ്റെ അവിടെയും എവിടെ കാണിക്കണം? 10,000ൻ്റെ അവിടെ ഓരോന്ന് കാണിച്ചാൽ മതി. അപ്പോൾ ഓരോ ബീഡ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന ടോട്ടൽ 2 ബീഡ് എടുക്കാൻ പറ്റുള്ളൂ. ആ 2 ബീഡ് എടുത്ത് അബാക്കസിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന 5-digit നമ്പേഴ്സാണ് ഇതൊക്കെ. 11,000, 10,001, 10,010, 10,100, 20,000. Next, how many hundreds? Write the largest and smallest 5-digit numbers that can be made using the digits 1 to 5. 1 മുതൽ 5 വരെയുള്ള നമ്പറുകൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ലാർജസ്റ്റ് ടു സ്മോളസ്റ്റ് 5-digit നമ്പർ കണ്ടുപിടിക്കണം. അപ്പോൾ ലാർജസ്റ്റ് 5-digit നമ്പർ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ, 54,321. സ്മോളസ്റ്റ് 5-digit നമ്പർ 12,345. അതായത് 1ഉം 5ഉം ഇതിൻ്റെ ഇടയ്ക്കുള്ള നമ്പേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യേണ്ടത് കേട്ടോ. ഹൗ മെനി ഹൺഡ്രഡ്സ് ഇൻ ദി ലാർജസ്റ്റ് നമ്പർ? ലാർജസ്റ്റ് നമ്പറിൽ 543 ഹൺഡ്രഡ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഹൗ മെനി ഹൺഡ്രഡ്സ് ഇൻ ദ സ്മോളസ്റ്റ് നമ്പർ? സ്മോളസ്റ്റ് നമ്പറിൽ 123 ഹൺഡ്രഡ്സ് ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ നമ്മുടെ ആ ആക്ടിവിറ്റി, അതായത് ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്കിതിൽ ആക്ടിവിറ്റീസ് ആണ്. ഫിൽ അപ്പ് ദി ബ്ലാങ്ക്സ് ആണ് ആദ്യമുള്ളത്. അതിൻ്റെ ആൻസേഴ്സ് നോക്കാം. 9,875 ആണ്. 9,000 അവർ തന്നിട്ടുണ്ട്. 800s, 710s, 5 അത് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. എങ്ങനെ ഫില്ല് ചെയ്യാൻ നോക്കാം. അതാ ആദ്യത്തെ ഇങ്ങനെ 9,800, 710s, 5 അടുത്തത് കണ്ടല്ലോ 6,307 ആണ്. 6,000 പിന്നെ എത്ര ടെൻസാ? 30 ടെൻസും 7 1s. 4,218 ആണ്. 42 100s, 82 1s. അടുത്തത് 5,608 ആണ്. നമുക്ക് അവരെന്ത് തന്നിട്ടുണ്ട്? 5,000ഉം 600ഉം 0 10സും 8 1s തന്നിട്ടുണ്ട്. അത് കൂട്ടി എഴുതി കഴിഞ്ഞാൽ തന്നെ 5,608 കിട്ടും. അടുത്തതിൽ 8,012 10 0 1s ആണ്. അപ്പോൾ 8,120 എന്നാണ് വരിക. അടുത്തത് 1600സും 25 1s അവർ തന്നിട്ടുള്ളൂ. ആൻസർ 1,625. അടുത്തത് ഇൻ ദ നമ്പർ 6,315 ദ വാല്യൂ ഓഫ് ദ ഡിജിറ്റ് 6 is 6,000. ഈ നമ്പർ 6,315 6ൻ്റെ പ്ലേസ് വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 6,000 ആണ്. അതായത് പ്ലേസ് ഇത് 1s പ്ലേസ്, 10s പ്ലേസ്, 100s പ്ലേസ്, ഇത് 1000s പ്ലേസ് ആണ് കേട്ടോ. അപ്പോൾ 6,000. ഇനി ഈച്ച് ഓഫ് ദി ഫോളോയിങ് നമ്പേഴ്സ് ഫൈൻഡ് ദ വാല്യൂ ഓഫ് 3. അങ്ങനെയാണെങ്കിൽ ഇതിലെല്ലാം 3 ഉണ്ട് അല്ലേ? ഈ 3ൻ്റെ ഒക്കെ എന്ത് കണ്ടുപിടിക്കണം? വാല്യൂ കാണണം, പ്ലേസ് വാല്യൂ കാണണം. എവിടെയാണ് എഴുതിയിരിക്കുന്നത് നോക്കുക, അതായിരിക്കും അതിൻ്റെ പ്ലേസ് വാല്യൂ. ഇത് 1sൻ്റെ പ്ലേസാ, ഇത് 1000ൻ്റെ പ്ലേസാ, ഇത് 10s, 110, ഇത് 100s. കണ്ടല്ലോ. ഇനി നമുക്ക് നോക്കാം. കണ്ടോ, ആദ്യത്തെ 1sൻ്റെ പ്ലേസ് ആയതുകൊണ്ട് 3 തന്നെ എഴുതിയാൽ മതി. 1000ൻ്റെ പ്ലേസ് ആയതുകൊണ്ട് 3,000 എന്ന് എഴുതണം. ഇത് 10sൻ്റെ പ്ലേസ് ആയതുകൊണ്ട് 30. ഇത് 110 100ൻ്റെ പ്ലേസ് ആയതുകൊണ്ട് 300. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ ടോട്ടൽ ട്രെയിൻ ഫെയർ ഫ്രം തിരുവനന്തപുരം ടു എറണാകുളം ഈസ് 3,625 rupees. സിൻസ് ദർ ഇസ് എ കൺസെഷൻ ഫോർ സ്കൂൾ ചിൽഡ്രൻ ഓൺലി 2,000 rupees വാസ് പെയ്ഡ്. ഹൗ മച്ച് ഇസ് ദ കൺസെഷൻ? അപ്പോൾ ശരിക്കും തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്കുള്ള ട്രെയിൻ ടിക്കറ്റിൻ്റെ റുപ്പീസ് എത്രയാണ്? 3,625 ആണ്. കുട്ടികളായതുകൊണ്ട് അവർക്ക് കൺസെഷൻ ഉണ്ട്, 2,000 രൂപ കൊടുത്താൽ മതി. അപ്പോൾ അവർക്ക് എത്രയാണ് അവിടെ കുറവ്? എത്ര രൂപ കുറച്ച് കൊടുത്തിട്ടുണ്ട്? അതാണ് കാണേണ്ടത്. അപ്പോൾ നമ്മൾ 3,625 നിന്ന് 2,000 മൈനസ് ചെയ്താൽ എത്ര രൂപ അവർക്ക് കുറവ് കൊടുത്താൽ മതി എന്ന് കാണുന്നുണ്ട്. 1,625 രൂപ കുറച്ച് കൊടുത്താൽ മതി കേട്ടോ കുട്ടികൾക്ക്. അപ്പോൾ അതിൻ്റെ ആൻസർ എങ്ങനെയാണ് നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ അതാ 3,625 ശരിക്കും എമൗണ്ടിൽ നിന്ന് 2,000 രൂപയെ കുട്ടികൾ കൊടുക്കുന്നുള്ളൂ. അത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര അവർ കൺസെഷൻ തന്നു, റിഡക്ഷൻ തന്നു? 6,625. ഓക്കെ, കൺസെഷൻ 1,625, 1,625. അടുത്തത് റൈറ്റ് ദ നമ്പേഴ്സിൻ്റെ എം ടി സെൽസ്. ഇവിടെ ഫില്ല് ചെയ്യാനാണ്. എം ടി സെല്ല് നമ്മൾ ഫില്ല് ചെയ്യണം. കണ്ടല്ലോ. ഇത് എങ്ങനെ ചെയ്തു എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. ഇവിടെ
ഈ 301 185 301 185 ആഡ് ചെയ്തപ്പോൾ കൂട്ടിയപ്പോഴാണ് നമുക്ക് 486 കിട്ടുക. സെയിം നമ്മൾ 185 829 ആഡ് ചെയ്യുമ്പോൾ നമ്മൾക്ക് കിട്ടുന്നതാണ് ഇത് 1014. ഇനി ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുക, 486ഉം 1014 കൂടി ആഡ് ചെയ്യുമ്പോൾ 1500 കിട്ടും. ഓക്കെ, ഇനി അടുത്തത് ഇത് ചെയ്യുമ്പോൾ കണ്ടല്ലോ, ഇതിൽ നമുക്ക് ഇവർ തന്നിട്ടില്ല നമ്പേഴ്സ്, ഇത്രയേ ഉള്ളൂ. ഇത് ഫില്ല് ചെയ്യണം, ഇത് ഫില്ല് ചെയ്യണം. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ആദ്യം നിങ്ങൾ 1000ഉം 556ഉം മൈനസ് ചെയ്യുക. 1000ഉം എനിക്ക് എഴുതാൻ കുറച്ച് പാടുണ്ട് ഇതിൽ, അതുകൊണ്ടാണ് 1000ഉം 556ഉം മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും അറിയോ? 444 കിട്ടും, ഇടയിലത്തെ നമ്പർ കിട്ടും. ഇനി ഇത് രണ്ടും കൂടി ആഡ് ചെയ്യാം, 555 555ഉം 444 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടുത്തെ കിട്ടും. കണ്ടോ? ഇനി ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടുത്തെ കിട്ടും. കണ്ടോ? അങ്ങനെയാണ് നമ്മളിത് എഴുതിയിരിക്കുന്നത്. സെയിം മെത്തേഡ് തന്നെയാണ് ഇവിടെയും ചെയ്യേണ്ടത്. പക്ഷെ ഇവിടെ നമുക്ക് ഈ ആൻസർ ആദ്യം കാണണം. അതിന് വേണ്ടിയിട്ട് ഈ രണ്ട് നമ്പറില്ലേ 920ൽ നിന്ന് എന്ത് മൈനസ് ചെയ്യുക? 618 മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ ഇടയിലുള്ള നമ്പറായ 302 കിട്ടും. ഇനി എന്ത് ചെയ്യുക? ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടുത്തെ 1045 കിട്ടും. ഇനി ഈ രണ്ട് നമ്പറും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടുത്തെ 1965 കിട്ടും. ഇതെല്ലാം ഞാൻ താഴെ എഴുതിയിട്ടുണ്ട് ആൻസേഴ്സ്. എങ്ങനെ കിട്ടി എന്നുള്ളതാണ് നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ വരിക. ഇനി നെക്സ്റ്റ്, റീച്ച് 8 വിത്തൗട്ട് റിപ്പീറ്റിംഗ് എനി നമ്പർ. 8ലേക്ക് എത്തണം, നമ്മൾ ഉപയോഗിച്ച നമ്പർ റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഈ 2 1 4 എന്നുള്ളത് ഞാൻ ഇട്ട് കൊടുത്ത നമ്പറാണ്. ഈ 2 1 കൂട്ടും നമുക്ക് എന്ത് കിട്ടും? 3 കിട്ടും. 1 4 കൂട്ടുമ്പോൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 5 കിട്ടും. ഇനി ഈ 5ഉം 3 ആഡ് ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് എന്ത് കിട്ടും? 8 കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 27 children are standing in a line. The one in the middle has ticket number 4068. 27 കുട്ടികൾ ഒരു ലൈനിൽ നിൽക്കുന്നുണ്ട്. സെൻറ്ററിൽ നിൽക്കുന്ന കുട്ടിയുടെ നമ്പർ 4068 ആണ്. വാട്ട് ഈസ് ദ ടിക്കറ്റ് നമ്പർ ഓഫ് ദ ഫസ്റ്റ് ഇൻ ദ ലൈൻ? അങ്ങനെയാണെങ്കിൽ ആദ്യം നിൽക്കുന്ന കുട്ടിയുടെ ടിക്കറ്റ് നമ്പർ എത്രയാണ്? ലാസ്റ്റുള്ള കുട്ടിയുടെ ടിക്കറ്റ് നമ്പർ നമ്മൾ കാണണം കേട്ടോ. അപ്പോൾ 27 ആണ്. 27ൻ്റെ നടുവിൽ ഏത് നമ്പർ വരുന്നുള്ളത് നിങ്ങൾ ആദ്യം തന്നെ ആലോചിച്ച് വെക്കണം. 27 ഒരു മിഡിൽ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ, മിഡിൽ നിൽക്കുന്ന കുട്ടിയുടെ നമ്പർ മാത്രമേ അവർ തന്നിട്ടുള്ളൂ. അതായത് ഈ 4068 മാത്രമേ നമുക്കുള്ളൂ. 27 നമ്പറുകളാണ്. ഈ 27ൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 14ാമത്തെ നമ്പറാണ് പകുതിയായിട്ട് വരിക കേട്ടോ. എന്താ വെച്ചാൽ 27 എന്ന് പറയണത് എന്ത് നമ്പറാണ്? ഓഡ് നമ്പറാണ്. ഓഡ് നമ്പറിന് കറക്റ്റായിട്ട് എന്തുണ്ടാവും? ഒരു സെൻറ്റർ ആൾ വരും. അതായത് കാണിച്ചു തരാം. അതായത് 27 ആണ് വരുന്നത്. ഇതിൻ്റെ മിഡിൽ നമ്പർ എന്ന് പറയുന്നത് നിങ്ങൾ എഴുതി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 27 എഴുതി കഴിഞ്ഞിട്ട് അതിൻ്റെ സെൻറ്ററിൽ ആരാ ചോദിച്ചു കഴിഞ്ഞാൽ 14ാമത്തെ നമ്പറാണ് സെൻറ്ററിൽ വരിക. 14th നമ്പറാണ് സെൻറ്റർ. അപ്പോൾ ഈ ആൾ 4068 എന്ന് പറയുന്ന നമ്പർ ആയിരിക്കും ഈ 14th നമ്പർ എന്ന് പറയുന്നത് കേട്ടോ. 4068 നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ 4068 ബാക്കിലേക്കും എഴുതുക, ഫ്രണ്ടിലേക്കും എഴുതുക. ഇതുപോലെ 4068 നമുക്ക് കിട്ടും. 14ാമത്തെ നമ്പറാണ് നമുക്ക് കിട്ടും. കാരണം 27 എന്ന് പറയുന്ന നമ്പറിന് പകുതി ഉണ്ട്. 27ൻ്റെ പകുതിക്ക് വരുന്ന നമ്പർ നമ്മൾ വിചാരിക്കും 26-നല്ലേ പകുതിയുള്ളൂ. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. 27 നമ്പറുകൾ എഴുതുമ്പോൾ നമ്മൾ അതിൻ്റെ സെൻറ്ററിൽ അപ്പുറത്തും ഇപ്പുറത്തും ഈക്വലായി സെൻറ്ററിൽ ഒരു നമ്പർ വരും. അത് 14 ആണ് വരിക. അപ്പോൾ 14ൻ്റെ ബാക്കിലേക്കും ഫ്രണ്ടിലേക്കും നിങ്ങൾ എഴുതി കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റത്തെ നമ്പർ കിട്ടും. ഇതുപോലെ 4068ൻ്റെ ബാക്കിലേക്ക് എഴുതുക, 4067 66 65 അങ്ങനെ ഫസ്റ്റിലേക്ക് എത്തും. പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ടിലേക്ക് എഴുതുക, 4068 70 71 72 അങ്ങനെ 27 നമ്പർ വരെ എഴുതും. 4081 ലാസ്റ്റും കിട്ടും. ഓക്കെ, ഇതാണ് നമ്മൾ എഴുതി നോക്കി കണ്ടുപിടിക്കുന്ന മെത്തേഡ്. ഇനി നമുക്ക് അടുത്തൊരു മെത്തേഡ് വരുന്നത് എന്താ വെച്ചാൽ, നമുക്ക് 4068 മിഡിൽ തന്നിട്ടുണ്ടല്ലോ. 4068 ആണ് നമ്മുടെ മിഡിലുള്ള 14ാമത്തെ നമ്പർ. 14ന് മുമ്പ് എത്ര നമ്പറുകൾ ഉണ്ട്? നമുക്ക് 13 നമ്പറുകൾ ഉണ്ട് അല്ലേ. അപ്പം 4068 13 മൈനസ് ചെയ്താൽ നമുക്ക് ആദ്യത്തെ നമ്പർ കിട്ടും 4055. അതേ 4068 നിന്ന് 68ൻ്റെ കൂടെ 13 കൂട്ടിയാൽ നമുക്ക് അവസാന നമ്പറായ 4081 കിട്ടും. ഓക്കെ, ഇങ്ങനെ നിങ്ങൾക്ക് എഴുതാം കേട്ടോ. കാരണം ഈ 13ഉം ഈ 13ഉം പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ 26 നമ്പറാണ് വരിക.
ഈ 13 എനിക്ക് എഴുതാനുള്ള ഒരു സൗകര്യം ഇല്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ കുറച്ചുകൂടി ക്ലിയർ ആയി ഞാൻ എഴുതി കാണിച്ചേനെ. 13 26 ടോട്ടൽ വരിക അല്ലേ. നമുക്കിവിടെ എന്തുണ്ട്, 27. അതിൻ്റെ സെൻറ്ററിൽ നിൽക്കുന്ന ആളാരായിരിക്കും? 14ാമത്തെ നമ്പർ ആയിരിക്കും സെൻറ്ററിൽ. അതാണ് പറയുന്നത് 4068. അപ്പം 4068 നിന്ന് 13 മൈനസ് ചെയ്താൽ നമുക്ക് ഫസ്റ്റ് നമ്പറും 4068 + 13 കൂട്ടിയാൽ നമുക്ക് ലാസ്റ്റ് നമ്പറും കിട്ടും. അടുത്തത് ഇനി നമുക്ക് ആറാമത്തെ ക്വസ്റ്റ്യൻ, 10,000 is equal to how many 500s? 10,000 എത്ര 500 ഈക്വൽ ആണെന്ന് ചോദിച്ചാൽ 20 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ നമ്പേഴ്സ് ബിലോ ഈസ് 50 ones, 50 10s and 50 100s? ഇതാണ് ആൻസർ വരിക. 50 10ഉം 50 100ഉം 50 1ഉം വരുന്നത് 5550 തന്നെയാണ്. നെക്സ്റ്റ് ഇതെങ്ങനെ വന്നു എന്നാണ് കണ്ടല്ലോ. 50 × 1 ചെയ്യുമ്പോൾ 50 ones കിട്ടും. 50 × 10 ചെയ്യുമ്പോൾ 500 എന്ത് കിട്ടും? 50 × 50 100s എന്നല്ലേ പറഞ്ഞത്. അതുപോലെ ഇത് 50 100 ആണ്. ഇതുപോലെ തന്നെ ഇത് 50 10s ആണ്. ഇത് 50 ones ആണ്. അപ്പോൾ ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 5550 കിട്ടും. കണ്ടിന്യൂ ദ പാറ്റേൺ ആണ്. 4080 85 91 98 തന്നിട്ടുണ്ട്. അടുത്ത നമ്പർ എന്ന് പറയുന്നത് 4106 ആണ്. ഇത് എങ്ങനെ ആഡ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ 5 കൂടുതൽ വന്നു. കളർ മാറ്റട്ടെ. ഇവിടെ 4080 + 5 4085. ഇനി ഇവിടെ 6 കൂട്ടിയിരിക്കുന്നത് ഇടയിൽ. 4085 + 6 ചെയ്യുമ്പോഴാണ് 4091 + 7 ചെയ്യുമ്പോഴാണ് 4098. ദെൻ ഇവിടെ +8 ആണ് ചെയ്യേണ്ടത്. ഓക്കെ. ദെൻ ഇവിടെ ഇതിൻ്റെ കൂട്ടത്തിൽ ആൻസറിൻ്റെ കൂട്ടത്തിൽ +9 ആണ് ചെയ്യേണ്ടത്. ദെൻ ഇവിടെ ആൻസറിൻ്റെ കൂട്ടത്തിൽ +10 ആണ്. ദെൻ +11 ആണ്. ഓക്കെ, ഇങ്ങനെയാണ് ചെയ്ത് പോവുക കേട്ടോ. ഒരേ ഡിഫറൻസ് അല്ല, വ്യത്യസ്ത ഡിഫറൻസ് ആണ്. ഈ ആൻസറുകൾ ഇങ്ങനെയാണ് വരിക. അടുത്തത്, ഹൗ മെനി നമ്പേഴ്സ് ആർ ദർ ബിറ്റ്വീൻ 9000 and 10,000? 9000നും 10,000നും ഇടയ്ക്ക് എത്ര നമ്പേഴ്സ്? 999 നമ്പേഴ്സ് ആണ്. ഇതെങ്ങനെ വന്നു എന്നുള്ളത് ഞാൻ തൊട്ടടുത്ത് പറഞ്ഞു തരാം. ആദ്യം ആൻസറുകൾ നോക്കിക്കോളൂ. ഡാഷ് നമ്പേഴ്സ് ബിറ്റ്വീൻ 9000 and 9100. 9000നും 9100നും ഇടയ്ക്ക് 99 നമ്പേഴ്സ് ആണ്. അടുത്തത്, ഡാഷ് നമ്പേഴ്സ് ബിറ്റ്വീൻ 9000 and 9500. 9000 9500ന്റെ ഇടയ്ക്ക് 499 നമ്പേഴ്സ് ആണ്. നെക്സ്റ്റ്, ഡാഷ് നമ്പേഴ്സ് ബിറ്റ്വീൻ 9000 and 10,000. 9000നും 10,000നും ഇടയ്ക്ക് 999 നമ്പേഴ്സ് ആണ്. ദെൻ ഹൗ മെനി ഓഡ് നമ്പേഴ്സ് ആർ ദർ ബിറ്റ്വീൻ 9000 and 10,000? എത്ര ഓഡ് നമ്പേഴ്സ് ഉണ്ട്? ഒറ്റ സംഖ്യകളായി ചോദിച്ചാൽ 500ഉം. ഹൗ മെനി ഈവൺ നമ്പേഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ 499, 499. ഇനി ഇത് എങ്ങനെയാണ് വന്നതെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യത്തെ നോക്കാം. ദ നമ്പേഴ്സ് ബിറ്റ്വീൻ 9000 and 10,000. 9000നും 10,000ൻ്റെയും ഇടയ്ക്ക് എന്ന് പറഞ്ഞാൽ നമ്പർ തുടങ്ങേണ്ടത് 9001 ഇതാ 10,000 എടുക്കരുത്. 9,999 വന്ന് നിൽക്കും. ഇനി ഇതിനെ മൈനസ് ചെയ്യണം കേട്ടോ. ഇതാ ആദ്യത്തെ നമ്പർ, അവസാനത്തെ നമ്പറിൽ നിന്ന് ആദ്യത്തെ നമ്പറിനെ മൈനസ് ചെയ്യുക. നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ചാപ്റ്ററിൽ. ഇത് ഇടയിലുള്ള നമ്പേഴ്സ് എടുക്കുള്ളൂ. ഈ രണ്ട് നമ്പറുകളും തൊടാൻ പാടില്ല. അത് കഴിഞ്ഞിട്ടുള്ള നമ്പറും ഇത് അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള നമ്പറും എടുക്കുക, മൈനസ് ചെയ്യുക, +1 ചെയ്യുക. അപ്പം നമുക്ക് 999 കിട്ടും. ഓക്കെ. നെക്സ്റ്റ്, ഇനി 9000നും 9100ൻ്റെ ഇടയ്ക്ക് എത്രയെന്ന് കണ്ടുപിടിക്കാനും ഇതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് 9000വും അതുപോലെ 9100 ആണ് തന്നിരിക്കുന്നത് അല്ലേ. അപ്പം നമ്മൾ എന്താ ചെയ്യുക? 9100 എത്തുന്നതിന് തൊട്ട് മുൻപുള്ള നമ്പറാണ് 9099. അതുപോലെ 9000 കഴിഞ്ഞ് വരുന്ന നമ്പർ 9001. ഇത് രണ്ടും മൈനസ് ചെയ്യുക, +1 ചെയ്യുക. അപ്പം 99 കിട്ടും. ഈ രണ്ട് നമ്പറും എടുക്കരുത്. പകരം എന്ത് ചെയ്യുക? അത് കഴിഞ്ഞിട്ടുള്ള നമ്പറും ഇത് അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള നമ്പറുമാണ് എടുത്തിരിക്കുന്നത്. അടുത്ത് 9000നും 9500ഉം ആണെങ്കിൽ 9500 എടുക്കരുത്. എന്ത് ചെയ്യുക? 9499 തൊട്ട് മുമ്പുള്ള നമ്പറും ഇത് 9001 കണ്ടോ. ഇത് രണ്ടും തമ്മിൽ മൈനസ് ചെയ്യുക, +1. അങ്ങനെ 499 നമുക്ക് കിട്ടും. ഓക്കെ. നെക്സ്റ്റ് വരുന്നത്, ഹൗ മെനി ഓഡ് നമ്പേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര ഓഡ് നമ്പേഴ്സ് ഉണ്ടെന്നാണ് നമ്മുടെ ചോദ്യം. ടോട്ടലി എത്ര ഓഡ് നമ്പേഴ്സ് നമുക്ക് നോക്കാം.
കണ്ടല്ലോ. അതായത് ഇങ്ങനെയാണത് ചെയ്യുക. 999 ആണ് നമ്മുടെ 9000 മുതൽ 10000 വരെയുള്ള ടോട്ടൽ നമ്പേഴ്സ് വരിക. അതിൽ നമ്മൾ 999 കണ്ടുപിടിച്ചിട്ടുണ്ട്. അതേ -1/2 + 1 ഇങ്ങനെയാണ് ചെയ്യുക. അതൊന്നും നിങ്ങൾ ചെയ്യണ്ട. 500 അല്ല വരിക, ഒരെണ്ണം കുറച്ച് എടുക്കാൻ പറ്റൂ. അപ്പം നമുക്ക് എന്ത് ചെയ്യാതെ ഇങ്ങനെയാണ് ആൻസർ കിട്ടിയിരിക്കുന്നത്. 500 ഓഡ് നമ്പേഴ്സ് വരും. അതുപോലെ തന്നെ ആ 500 നമുക്ക് കിട്ടിയല്ലോ. ഇനി ഈവൺ നമ്പർ കിട്ടാൻ 999 500 മൈനസ് ചെയ്യുക. അപ്പം നമുക്ക് 499 വരും ഈവൺ നമ്പേഴ്സായിട്ട്. ഇത് നിങ്ങൾക്ക് ആവശ്യമില്ല, ഇത് നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി മാത്രം വെച്ചാൽ മതി. ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് എങ്ങനെ ആൻസർ ജസ്റ്റ് എഴുതിയതാണിത്. 99 നമ്പേഴ്സ്, 499 നമ്പേഴ്സ് ബിറ്റ്വീൻ ഉണ്ട്, 999. ഇതെല്ലാം നമ്മൾ ആൻസർ ഫസ്റ്റ് നോക്കിയതാണ്. $500 നോക്കി ഓഡ് നമ്പേഴ്സ്, ഈവൺ നമ്പേഴ്സ് 499 ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ്. ഈ ഭാഗം ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കിയേക്കാം. നിങ്ങൾ വീണ്ടും വേണം ജസ്റ്റ് റിപ്പീറ്റ് ചെയ്ത് നോക്കുക കേട്ടോ, എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആകും. ഓക്കെ, അപ്പോൾ ക്ലാസ്സിൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്ത് കൊടുക്കുക ആവശ്യമുള്ളവർക്ക്. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയുള്ള ക്ലാസ്സുകളിൽ നമ്മൾ മോഡൽ എക്സാമുകളായിരിക്കും ചെയ്യുക. ഓണം എക്സാമുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള മോഡൽ എക്സാമുകൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.